നമസ്കാരം. ഈ കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം സത്യത്തിൽ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്ക ഇപ്പോൾ ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഒരു നയമനുസരിച്ച് യുക്രൈനോടൊപ്പം നിൽക്കുകയാണ്. യുക്രൈന് പണവും ആയുധങ്ങളും എല്ലാം നൽകിക്കൊണ്ട് റഷ്യക്കെതിരെ ആക്രമണം നടത്താനുള്ള എല്ലാ പ്രോത്സാഹനവും അമേരിക്കൻ ഭരണകൂടം നൽകി വരികയാണ്. എന്നാൽ ട്രംപ് വിജയിച്ചതോടുകൂടി ഈ നിലപാടിന് മാറ്റമുണ്ടാകാം എന്ന പ്രതീക്ഷയിലാണ്. കാരണം യുക്രൈനെ ആ രീതിയിൽ സഹായിക്കാൻ ഒരുപക്ഷെ ട്രംപ് തയ്യാറായേക്കില്ല. യുക്രൈൻ സ്വന്തം നിലയ്ക്ക് റഷ്യയെ നേരിടട്ടെ എന്നൊരു തീരുമാനമാകും എടുക്കുക. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശങ്കയാണ്. മാത്രമല്ല, ഈ യുക്രൈൻ്റെ ഏതാണ്ട് 1/5 ഭാഗം റഷ്യ ഇതിനോടകം തന്നെ കീഴടക്കി കഴിഞ്ഞു. ഈ പ്രദേശങ്ങളെല്ലാം റഷ്യയ്ക്ക് നൽകിക്കൊണ്ടൊരു വെടിനിർത്തലിനും സാധ്യതയുണ്ട് ട്രംപ് അധികാരത്തിൽ വന്നാൽ. അതുകൊണ്ട് തന്നെയാണ് ജോ ബൈഡൻ ഭരണകൂടം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു, പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു. എങ്കിലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ അധികാര കൈമാറ്റം നടക്കാൻ ഏതാണ്ട് ജനുവരി വരെ വേണ്ടിവരും. ജനുവരി മധ്യത്തോടെയായിരിക്കും അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുക. അതിനു മുമ്പ് തന്നെ ജോ ബൈഡൻ ഭരണകൂടം അവരുടെ അമേരിക്ക നൽകിയിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിച്ചു കൊള്ളാനുള്ള അനുമതി കൊടുക്കുകയായിരുന്നു. അതായത് നേരത്തെ തന്നെ യുക്രൈനിന് അമേരിക്ക മിസൈലുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ അവർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഈ അനുമതി യുക്രൈന് കൊടുക്കുകയും യുക്രൈൻ അതുപയോഗിച്ച് റഷ്യയെ ആക്രമിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് ഇതിനോടകം തന്നെ റഷ്യ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന അത് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളയാളാണ്, കാര്യഗൗരവമുള്ളയാളാണ്, അദ്ദേഹം ബുദ്ധിമാനാണ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവന് വലിയ ഭീഷണിയുണ്ട്, അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് തീർച്ചയായും ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവന് വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്, ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നത് സംബന്ധിക്കുന്ന കൃത്യമായ വിവരങ്ങൾ ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ വ്ളാഡിമിർ പുടിനുണ്ട്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വന്നാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാനായി ഡൊണാൾഡ് ട്രംപിനെ വധിക്കുക എന്നൊരു കടുംകൈ പലരും പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു വെച്ചത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് നേരെ ഇതിനോടകം തന്നെ 3 അറ്റംപ്റ്റുകൾ നടന്നു കഴിഞ്ഞു. 3 വധശ്രമങ്ങളെ ഇതിനോടകം തന്നെ ഡൊണാൾഡ് ട്രംപ് അതിജീവിച്ചു കഴിഞ്ഞു. ഇത് 3 നടന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്താണ്. തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിക്കുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തെ വധിക്കുവാനുള്ള ശ്രമമുണ്ടായിരിക്കുന്നു. ഒരു തവണ വെടിയുണ്ട, അദ്ദേഹത്തിൻ്റെ തലയെ ലക്ഷ്യമാക്കി വന്ന വെടിയുണ്ട, അതായത് പെൻസിൽവാനിയയിൽ വെച്ച് കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹത്തിൻ്റെ ചെവി തുളച്ചു പോവുകയായിരുന്നു. വളരെ നിസ്സാരമായി തന്നെ പരിക്കേറ്റ് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് സെപ്റ്റംബറിലും അദ്ദേഹത്തിന് നേരെ വധശ്രമം ഉണ്ടായി. നിറത്തോക്കുമായി ഒരു അക്രമി അദ്ദേഹത്തിന് നേരെ ഉന്നം പിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അങ്ങനെ ഇയാളെ വെടിവെച്ചിടുകയാണ് അന്ന് സീക്രട്ട് ഏജൻറ്റ്സ് ചെയ്തത്. ഈ തരത്തിൽ 2-3 തവണ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായിക്കഴിഞ്ഞു. ഇനി പ്രസിഡന്റ് ആയാലും ഈ വധശ്രമം തുടരും എന്നാണ് റഷ്യൻ പ്രസിഡന്റ് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷാ വലയമുള്ള അല്ലെങ്കിൽ സുരക്ഷയുള്ള രാഷ്ട്രത്തലവനാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ സുരക്ഷാ വലയത്തിലേക്ക് അകത്ത് കയറി ആർക്കെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നത് സംശയമാണ്. പക്ഷേ 3 തവണ വളരെ ഭാഗ്യം കൊണ്ട് തന്നെ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട സ്ഥിതിക്ക് ട്രംപ് ഇക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു വെച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.